വിഷ്ണു മാസപ്പടി കേസിൽ ടി വീണയുടെ പിതാവായ അല്ലെങ്കിൽ മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ ഇ ഡിയുടെ സംശയ നിഴലിലാണ്. അതിലെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇ ഡിയുടെ കയ്യിലുണ്ട്. ഇനി ഏത് നിമിഷവും ഇ ഡി പിണറായി വിജയനിലേക്ക് എത്തിയേക്കാം. അപ്പോൾ ഇതിനെതിരെ ഒരു സ്ട്രൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ നേരിടാൻ ഒരുപാട് അടവുകൾ അല്ലെങ്കിൽ ഒരുപാട് ന്യായങ്ങൾ നിരത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പിണറായി വിജയൻ. ഇനിയുള്ള അടുത്ത മൂവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മീഡിയ കണ്ടത് നമ്മൾ കണ്ടിരുന്നു. അതായത് കർത്തയുടെ ആ ഈ ഒരു തെളിവുകളല്ല അല്ലെങ്കിൽ കർത്തയുടെ മൊഴികളെല്ലാം വെറും മാധ്യമദൃഷ്ടിയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഉറപ്പായിട്ടും ഇതിപ്പോൾ ശശിധരൻ കർത്തയുടെ ഈ മറുപടിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറയുന്നത് ഇതൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. ഇത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. കാരണം ഇതങ്ങനെയല്ല, ഇത് കൃത്യമായ നടപടി. ഇവിടെ അധികാര ദുർവിനിയോഗമാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പിണറായി വിജയനാണ്. ഇവിടെ അദ്ദേഹം അറിയാതെ എങ്ങനെയാണ് ഈ പൈസ അല്ലെങ്കിൽ ഇത്രയും രൂപ ഒരു സേവനം പോലും ചെയ്യാതെയാണ് 3 കോടി അടുത്തോളം പൈസ അവിടെ കൈമാറിയിരിക്കുന്നത്. ഇതൊരിക്കലും നമുക്ക് എങ്ങനെയാണ് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുന്നത്? ഇപ്പോഴും അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞു തീർത്തുകൊണ്ട് എങ്ങോട്ടാണ് ഈ പ്രതിപക്ഷ നേതാവ്? ഇപ്പം തന്നെ പാർട്ടിയുടെ പരാജയം അത്രയും അതിൻ്റെ ചൂടൊന്നും മാറിയിട്ടില്ല, എന്നിട്ട് എങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത ദിവസം ഒരു പക്ഷേ ഇ ഡി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിശദമായി ചോദ്യം ചെയ്യാൻ ഇ ഡിയുടെ ഒരു സംഘം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയേക്കും. അപ്പോൾ ഇതിനു മുമ്പ് മെയ്യിൽ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ഇ ഡി സംഘത്തെ ഉപദ്രവിച്ച പോലെ ഇതുപോലെ ഉപദ്രവിക്കാൻ ഇനി പാർട്ടി അണികൾ തയ്യാറാവുമോ? അതായത് ഒരു തവണ ഇ ഡിയെ തൊട്ടതിൻ്റെ ചൂട് അനുഭവിച്ച് കുറച്ച് പേർ അകത്ത് ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊപ്പമാണ് ശശിധരൻ കർത്തയുടെ ആ ഒരു മൊഴി, അതായത് ഇതിനു മുമ്പ് ഇ ഡിക്ക് കൊടുത്ത മൊഴി പുറത്തു വിടുന്നത്. ആ പുറത്തു വിട്ടത് പ്രകാരം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം, അതായത് ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം വെച്ചാണ് ഇതുപോലെ കാശ് കൊടുത്തത്. ഞങ്ങൾ ആവശ്യപ്പെട്ട പണിയൊന്നും ഈ ഇദ്ദേഹത്തിൻ്റെ മകളായ ടി വീണ ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. എന്നിട്ടും ഈ ഒരു 3 കോടിയോളം രൂപ എന്തിനു കൊടുത്തു എന്ന ചോദ്യത്തിന് ഇതുവരെ വീണ പ്രോപ്പറായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണ ഏജൻസിക്കും അതുമാത്രമല്ല ഈ പൊതുജനങ്ങൾക്ക് ഈ വാർത്ത തുടരെ കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്കും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അവർക്കും അവകാശം ഉണ്ടാവില്ലേ? ഈ കേരളത്തിൽ എന്തിനാണ് അല്ലെങ്കിൽ ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇവർ എന്താണ് ഇവർ ഒളിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആകാംക്ഷയുണ്ട് ജനങ്ങൾക്ക്. ഇതിപ്പോ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? അത് മാത്രമല്ല, ഇനിയിപ്പോൾ അണികളൊന്നും എന്തായാലും ഇ ഡിയെ തൊടാൻ പോവില്ല. കാരണം തൊട്ടതിൻ്റെയൊക്കെ ഇപ്പോൾ ഒരുത്തൻ പോലും പുറത്തിറങ്ങിയിട്ടില്ല, എല്ലാവരും അകത്ത് കിടക്കുവാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ജാമ്യം ചോദിച്ചവരിൽ 1-2 പേർക്കാണ് ജാമ്യം കിട്ടിയത്, അല്ല ഇതുവരെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഇ ഡി ഇനി തൊടാമെന്ന് വിചാരിക്കേണ്ട. അതുമാത്രമല്ല, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കർത്തയുടെ ഈ പ്രതികരണവും കൂടെ ഇവിടെ എത്തിയതുകൊണ്ട് എന്തായാലും അണികൾക്ക് ഇനി അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവില്ല. പാർട്ടിക്ക് വേണ്ടി ഇനി അത്ര ആത്മാർത്ഥത കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് വീണയ്ക്ക് വേണ്ടി ഒരു സേവനവും നൽകാതെ വീണയ്ക്ക് വേണ്ടി അവിടെ അധികാര ദുർവിനിയോഗം തന്നെയാണ് നടന്നിരിക്കുന്നത്. 3 കോടി രൂപയോളം അടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും എങ്ങനെയാണ് ഒരു ന്യായീകരിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനിയും പ്രതികരിക്കേണ്ടി വരും, ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വരും അദ്ദേഹത്തിന്. കാരണം അവിടെ ഇനി നമുക്ക് കടക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമോ അദ്ദേഹത്തിന് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കൃത്യമായ തെളിവുകൾ ഇ ഡിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനി കഴിഞ്ഞ വട്ടം പോലെ മോദി അയച്ചതാണെന്നൊക്കെ പോലെ വി ഡി സതീശൻ മോദിയെ ചെന്ന് കണ്ട് എന്നെ അയച്ചതാണ്, കൊടുക്കാൻ വേണ്ടി അയച്ചതാണെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഈ പരിപാടിയൊന്നും നടക്കുകയില്ല. ആ വർത്തമാനമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ കൃത്യമായ തെളിവ് ശശിധരൻ കർത്ത CMRLന്റെ പ്രധാന ആ ആള് തന്നെ വന്നു, മറ്റേ കമ്പനിയുടെ ഉടമസ്ഥതയുള്ള ആള് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്, പിണറായിയോടുള്ള ബന്ധം കൊണ്ടാണ് ഞാൻ വീണയ്ക്ക് പൈസ കൊടുത്തത്, സേവനമൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പൈസ അങ്ങ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മാധ്യമങ്ങളോട് കടക്ക് പുറത്തൊന്ന് പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അപമാനിക്കാനോ ഒന്നും ഇവിടെ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു കേസിൽ ഡിജിറ്റൽ തെളിവുകളെല്ലാം വീണയ്ക്കെതിരാണ്. കാരണം തൻ്റെ ഈ ഒരു തൻ്റെ ഐഫോണിലായിരുന്നു ഇതുപോലെ ബില്ലുകളും അല്ലെങ്കിൽ ഇൻവോയ്സുകളെല്ലാം
കൃത്രിമമായി ഉണ്ടാക്കിയത്. പക്ഷേ ഇതിലൊന്നും എന്തെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, ഇതൊന്നും ഈ ഒരു ബില്ലിലില്ല. വെറും ശൂന്യമാണ് ആ ഇൻവോയ്സ് എന്ന് നമുക്ക് ഒരാൾ ഈ ഒരു ഇ ഡി പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു കമ്പനിയുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിലൂടെ അല്ല, സ്വന്തം ഐഫോണിലൂടെ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിലൂടെ ഈ ഒരു കർത്തയ്ക്ക് വേണ്ടി സേവനം ചെയ്തു എന്ന് ഇ ഡിക്ക് ആദ്യം ഒരു പ്രാഥമിക തെളിവുകൾ നൽകി. പക്ഷേ അതിൽ നിന്നെല്ലാം കൂടുതൽ ചെക്ക് ചെയ്തപ്പോൾ വരുന്നത് ഇത് വെറും അതായത് ഈ വീണയുടെ ഈ ഒരു കമ്പനി എന്നത് വെറും ഷെൽ കമ്പനി എന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. അതിനെ ഏറ്റവും കൂടുതൽ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ തെളിവുകൾ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഇ ഡിയുടെ മുന്നിൽ കിടന്ന് പരിങ്ങിയ ആ ഒരു വീണയുടെ ആ ഒരു കള്ളത്തരം അടക്കം ഈ കേസിൻ്റെ ഈ ഒരു ഗൗരവം കൂട്ടുന്നതാണ്. അതിന് കൂട്ടുനിന്നതോ നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയും. അപ്പോൾ ഈ ഒരു അതാണ് ഞാൻ കുറച്ചു നേരം മുമ്പ് വിഷ്ണുവിനോട് പറഞ്ഞത്, കുറ്റം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ചെയ്ത കുറ്റം മറച്ചു വയ്ക്കുന്നതും. കഴിഞ്ഞ മന്ത്രിസഭയിൽ നിയമസഭയിൽ ഈ ഒരു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് ചോദ്യം ഉന്നയിച്ച മാത്യു കുഴൽനാടനെയും അല്ലെങ്കിൽ പുറത്തു നിന്ന് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയ ഷോൺ ജോർജിനെയും വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് വിമർശിച്ചതും അല്ലെങ്കിൽ വേട്ടയാടിയതും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ നടത്തുന്ന പോരാട്ടങ്ങൾ, അതായത് ആ മകൾ ചെയ്ത കുറ്റകൃത്യങ്ങളെ മറച്ചു വയ്ക്കാൻ കേരള മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗിച്ച് ആ ഒരു സ്ഥാനം, ആ ഒരു പദവി ഉപയോഗിച്ച് ഈ പദവി ദുരുപയോഗം ചെയ്ത് ആ ഒരു കേസിനെ അട്ടിമറിക്കുകയും കേസിന് എതിരെ വാദിച്ച അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ച വാദികളോട് അല്ലെങ്കിൽ ജനപ്രതിനിധികളോട് രൂക്ഷമായ രീതിയിൽ വിമർശനം നടത്തിയെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം കള്ളമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് എന്തോ ഒരു ഒളിക്കാനുണ്ടായിരുന്നുവെന്നും. പൊതുവേ ഈ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനാണ് അവരുടെ ഹീറോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ സ്വന്തം മകളെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളൊരു പ്രതീതിയാണ് ഇവിടെ പിണറായി വിജയൻ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യം കൃത്യമായി അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇപ്പോഴും പേടി ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ് അല്ലേ. ഇപ്പോഴും ഇരട്ടച്ചങ്കൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് പേടി അവിടെ കാണിക്കുന്നില്ല, പുറമെ കാണിക്കുന്നില്ല. പേടിയുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. പേടി കാണിച്ചാൽ ഉടനെ പിടി വീഴും എന്നുള്ള കാര്യം അറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും പൊങ്ങി വരും. അതുമാത്രമല്ല മകളുടെ ആ ഒരു ഷെൽ കമ്പനിയും അതുമായി ബന്ധപ്പെട്ട മറ്റു കമ്പനികളിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ അടക്കം എല്ലാം എടുത്തിട്ട് ഉടനെ പരിശോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന മാധ്യമങ്ങളുടെ മുന്നിൽ ഈ ഒരു ഷോ ഇറക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു നെഞ്ച് പടപടാന്ന് പിടിക്കുകയാണ്. അത് പുറത്ത് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു കേരള രാഷ്ട്രീയത്തിൽ അധികായം എന്ന നിലയിൽ പിടിച്ചു നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം പേടിച്ച് കിലുകില വിറച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിച്ഛായക്കാണ് കോട്ടം തട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് CPM എന്ന പാർട്ടിയുടെ പ്രതിച്ഛായയാണ്. അപ്പോൾ അദ്ദേഹം വീണാൽ CPM എന്നുള്ള പാർട്ടി അടപടലും തകരും. ഇപ്പോഴും ആ CPM പാർട്ടിയായി മാറുന്നു അല്ലെ, പിണറായി വിജയൻ പാർട്ടിയായി മാറുന്നില്ലേ പൊതുവെ അല്ലെ, നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അത് മാത്രമല്ല ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇദ്ദേഹത്തിന് പേടി ഇല്ലാതാവാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കുറേ ആരോപണങ്ങൾ എന്ന് പറയുന്നത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട GST ഒക്കെ ഞങ്ങൾ കൃത്യമായി അടച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയാലും ഇവിടെ ഇ ഡിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് കൃത്യമായ തെളിവുകളുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അതും ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് ഇവിടെ കൃത്യമായി വന്നിട്ടുള്ളത്. ഇനി ഈ നടപടികളിൽ നിന്ന് പിണറായി വിജയൻ ഒളിച്ചോടാൻ സാധിക്കില്ല. കാരണം ഇവിടെ സർക്കാർ കൃത്യമായ ഒരു അന്വേഷണത്തിനിവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇപ്പോൾ ഇ ഡി ആക്രമിച്ചതും അവർ മറക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഒരിക്കലും അവിടെ ജീവനും കൊണ്ടാണ് അവരന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത് മിക്കവാറും കുടുംബത്തോടെ പണി കിട്ടാനുള്ള സാധ്യതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.